എറണാകുളത്ത് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് 6.5 കിലോമീറ്റർ ദൂരത്തിൽ വില്ല കമ്മ്യൂണിറ്റിയിൽ മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിനടുത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ആർക്കിടെക്ചറൽ ലക്ഷൂറിയസ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുന്നത്. എല്ലാ പ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ. 6 വീടുകൾ മാത്രം ഉൾപ്പെടുത്തി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ല കമ്മ്യൂണിറ്റിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും പൂർത്തീകരിക്കപ്പെടും മുൻപേ തന്നെ 2ഓളം വീടുകൾ ഇതിനോടകം സോൾഡ് ഔട്ടായി കഴിഞ്ഞിട്ടുണ്ട്. കാക്കനാടിന് സമീപം പള്ളിക്കരയിൽ 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും 1 സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. 5 മീറ്ററോളം വീതി വരുന്ന വഴിയിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാകുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കാണ്. 2 വലിയ കാറുകൾ ഒരേ സമയം കവേഡായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്തെ കാർ പോർച്ചിലായി ലഭ്യവുമാണ്. കിഴക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട്ടിൽ നിന്ന് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്കുള്ള വഴിദൂരം വരുന്നത് വെറും 50 മീറ്ററാണ്. പള്ളിക്കര ജംഗ്ഷനിലേക്കും കിഴക്കമ്പലം ബസ് സ്റ്റാൻഡിലേക്കും 1.5 കിലോമീറ്ററും സമറിട്ടൺ ഹാർട്ട് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് 3 കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 6.5 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴിദൂരം വരുന്നത്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർവെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ്. 2018ലെയും 19ലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ എക്സ്റ്റീരിയർ വിശദാംശങ്ങളിൽ നിന്ന് ഇന്റീരിയർ വർത്തമാനങ്ങളിലേക്ക് പ്രവേശിക്കാം. വീടിന് മുൻഭാഗത്തായി നീളമേറിയ ഒരു സിറ്റ് ഔട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഗ്രാനൈറ്റ് പാകിയ സിറ്റ് ഔട്ടിൽ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് തുറക്കാകുന്ന മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ്. നല്ല രീതിയിൽ പ്രൈവസി സാധ്യമാവുന്ന രീതിയിലാണ് ഈ ലിവിംഗ് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളോടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് വലിയൊരു TV യൂണിറ്റ് മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. ലിവിംഗ് ഏരിയയിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയ ഭാഗം. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗം ഹാഫ് ഡബിൾ ഹൈറ്റഡായി ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ോടെയാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഒരു ഷാൻലിയർ എല്ലാം ഈ ഭാഗത്ത് നമുക്ക് കാണുവാനും കഴിയുന്നുണ്ട്. മനോഹരമായിട്ടുള്ള വാൾപേപ്പറുകൾ നമുക്ക് ഈ വീട്ടിൽ എമ്പാടും കാണുവാനായി കഴിയും. ഭംഗിയാർന്നിട്ടുള്ള ഒരു വാഷ് കൗണ്ടർ ഡൈനിങ് ഏരിയ ഭാഗത്തിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകപ്പെട്ടിരിക്കുന്നു. വീട്ടിലെ ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന കിച്ചണിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത്. കിഴക്ക് ഭാഗത്തേക്ക് തിരിച്ചു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം മൾട്ടിവുഡുള്ള സ്റ്റോറേജ് സ്പേസുകളും നമുക്ക് കാണുവാനായി കഴിയും. ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ കിച്ചണിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു. ഡബിൾ കിച്ചണായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള കബോർഡുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വലിയൊരു യൂട്ടിലിറ്റി വർക്ക് ഏരിയ സ്പേസും വീടിൻ്റെ പിൻഭാഗത്തായി നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളുമാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത്. മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളോടെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ ഭംഗിയാർന്നിട്ടുള്ള വാർഡ്രോബുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ 1ാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് നേരെ പ്രവേശിക്കാം. മനോഹരമായിട്ടുള്ള ഗ്ലാസ് പാർട്ടീഷനോട് കൂടിയിട്ടുള്ള വിൻഡോകളെല്ലാം നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകിയിരിക്കുന്നത്. ഭംഗിയാർന്നിട്ടുള്ള വലിയ രീതിയിലുള്ള വാർഡ്രോബുകളും മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നു. കൂടാതെ ബാത്ത് അറ്റാച്ച്ഡായി തന്നെ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം. ഭംഗിയായി ഗ്രാനൈറ്റിലും ടൈലിലും മിക്സ് ചെയ്ത് നൽകപ്പെട്ടിരിക്കുന്ന സ്റ്റെയറിലൂടെ നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്കാണ്. കൈവരികൾക്കായി ടഫൻ ഗ്ലാസും അതിനു മുകളിൽ തേക്കിൻ തടിയിൽ തീർത്ത കൈവരിയും നൽകപ്പെട്ടിരിക്കുന്നു. മനോഹരമായിട്ടുള്ള ഷാൻലിയറാണ് ഈ ഭാഗത്ത് നമ്മെ കാത്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ്. വിശാലമായിട്ടുള്ള ഒരു TV ഏരിയ റൂമായിട്ടാണ് നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തുവാനായി കഴിയുക.
വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനോളം തന്നെ വിശാലമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള വാർഡ്രോബുകൾ നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ബാത്ത് അറ്റാച്ച്ഡായി തന്നെയുള്ള സൗകര്യങ്ങളാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ ഭാഗം കൂടി നമ്മെ ഈ ബെഡ്റൂമിൽ കാത്തിരിക്കുന്നുണ്ട്. ഈ വീട്ടിലെ അവസാനത്തെ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത്. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള വാർഡ്രോബ് ഫെസിലിറ്റികളാണ് ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നത്. ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ഏരിയ യൂണിറ്റ് കൂടി ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും. അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിൽ ഡെഡിക്കേറ്റഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഓഫീസ് റൂമായിട്ടോ സ്റ്റഡി റൂമായിട്ടോ ഉപയോഗപ്പെടുത്താവുന്ന ബെഡ്റൂമിലേക്കാണ്. മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ നിന്ന് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും വിശാലമായിട്ടുള്ള ബാൽക്കണി ഭാഗത്തേക്കുമാണ് നമ്മൾ പ്രവേശിക്കുന്നത്. എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പള്ളിക്കരയിൽ 5 സെന്റ് ഒറിജിനൽ ലാൻഡിൽ 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളോടും കൂടി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക 1,15 ലക്ഷം രൂപയാണ്. വില തീർച്ചയായും നെഗോഷ്യബിളുമാണ്. ബാങ്ക് ലോൺ ഫെസിലിറ്റിയോടെ ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക.